അപ്പോൾ നട്ടുച്ച ആശംസകൾ എല്ലാവർക്കും. നട്ടുച്ചയായെന്ന് തോന്നുന്നു അല്ലേ? 12:40. അപ്പോൾ എല്ലാവർക്കും എന്നാണ്ട് വിശേഷം? എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ബോറടിച്ചപ്പം ഞാനൊരു പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം കുറച്ച് കോയിനൊക്കെ ഉണ്ട്, കുറച്ച് പെൻസൊക്കെ ഉണ്ട്. അതെല്ലാം ഒന്ന് തരം തിരിച്ച് ഓരോ പാക്കറ്റിലാക്കി. എനിക്കിവിടെ എന്നാ ചെയ്യാൻ പറ്റുമോ? എന്നാ ചെയ്യാനായിട്ട് ഇത്രയും കോയിനൊക്കെ 5 പീഡ്, 1 പീഡ്, 2 പീഡ്, അങ്ങനെ എല്ലാം ഒന്ന് വേർതിരിച്ച് ഇങ്ങനെ കവറുകളിലാക്കിയിട്ട് ഞാനതുകൊണ്ട് ഷോപ്പിൽ കൊണ്ട് കൊടുക്കും. ഷോപ്പിൽ കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞാൽ എനിക്കിവിടെ ഇരുന്നിട്ട് എന്നാ പ്രയോജനം? എത്ര പ്രാവശ്യം എന്നും പറഞ്ഞുകൊണ്ടോ കടയിലൊക്കെ പോയി സാധനം വാങ്ങിക്കുമ്പോൾ ഇതിങ്ങനെ. അപ്പോൾ എണ്ണി ഓരോ കവറിലാക്കി അത് വെച്ചേക്കുവാണെങ്കിൽ എനിക്ക് ഷോപ്പിൽ പോകുമ്പോൾ എണ്ണി തിട്ടപ്പെടുത്തിയൊക്കെ അത് ഇതുപോലെ എഴുതിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എളുപ്പമുണ്ട്, അവർക്കും എളുപ്പമുണ്ട്, എനിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ എല്ലാം ഒന്ന് തരം തിരിച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതിപ്പോൾ 1ൻ്റെ 1 പിയ, ഇത് കുറേ ഉണ്ട്. അതെല്ലാം ഇങ്ങനെ എണ്ണിയൊന്ന് അതിൻ്റെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്നൊന്ന് എണ്ണിയൊക്കെ ഒന്ന് ഇതുപോലെ ഇങ്ങനെ കവറുകളിലാക്കി വെക്കുവാണെങ്കിൽ അത് വെറുതെ എനിക്കൊരു നേരം പോക്കും. 1ൻ്റെയും 2ൻ്റെയൊക്കെ പി എണ്ണിക്കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ 5ൻ്റെയാണ്. 5ൻ്റെ എണ്ണാൻ പോവാണേ. അഞ്ചിൻ്റെ 100 പി ഉണ്ട്. ഇനി അവിടെ എവിടെയൊക്കെ ഇരിപ്പുണ്ടായിരിക്കും, ഇനി അവിടെ എവിടെയൊക്കെ നോക്കുകയോ കാണും. പക്ഷേ ഇപ്പോൾ ഇത്ര ഉള്ളത് ഞാൻ അങ്ങോട്ട് എഴുതി വെക്കുക. അപ്പം 5ൻ്റെ 100 പി. അപ്പോൾ ഇത് നമുക്ക് ഈ കവറിനകത്തിട്ട് വയ്ക്കാം. അതാവുമ്പം അവർക്ക് എണ്ണിയെടുക്കാനും എല്ലാം എളുപ്പമല്ലേ. അപ്പോൾ ഇങ്ങനെ ഈ കവർ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ക്ലോസ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ പൈസ പോകും.